മീനാക്ഷി, മീനു, ആ ദേവി ഇവിടെ കാണുന്നില്ല. അല്ലേലും പരീക്ഷയുടെ തലേന്നാണല്ലോ അവളുടെ തലയ്ക്ക് ചൂട് പിടിക്കുക. അവിടെ എവിടെയെങ്കിലും മാറിയിരുന്ന് പഠിക്കുന്നുണ്ടാവും. ഇല്ല മീനു, അവൾ എവിടെയെങ്കിലും ഇല്ല. പിന്നെ അവൾ എവിടെ പോവാനാ? പഠിച്ചെഴുതി ജയിക്കില്ലെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. അതിന് ആ പ്രിൻസിപ്പളിന്റെ മുറി കയറി ക്വസ്റ്റ്യൻ പേപ്പർ അടിച്ച് മാറ്റില്ല ഇനി ഒരു വഴിയുള്ളൂ എന്ന് കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു. അയ്യോ, യെസ്, അവൾ പറഞ്ഞത് ചെയ്യും മീനു. ഈശ്വര, അതെങ്ങനെ പിടിച്ചാ കഴിഞ്ഞു. അയ്യോ, അവൾ അവിടെ ചെന്ന് എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് പോവാം മീനു. ഓഹോ, അപ്പൊ മൂന്നുപേരും കൂടെ ചേർന്നാണല്ലേ? ആ, മൂന്ന് നടക്കേ. ചാക്കോ, ആ ദേവിയുടെ കൂട്ടാ സിമി മീനാക്ഷി ഇത്രയ്ക്ക് ചീത്തയാക്കുന്നത് ഇതിപ്പോ ആദ്യത്തെ തവണയല്ല. ആ കുട്ടികളെ കൊണ്ട് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. ഉണ്ടാകാം, പക്ഷെ ഏത് വിധിക്ക് ഒരു അപ്പീലില്ലേ? മേഡം ഹോസ്റ്റലിൽ നിന്ന് പുറത്താക്കിയ പിന്നെ അവരെങ്ങോട്ട് പോകും? അങ്കിൾ വിളിക്കുമ്പോൾ ഞാൻ എന്ത് സമാധാനം പറയും? എനിക്കൊന്നും അറിഞ്ഞൂടാ. ചാക്കോച്ച് പോയി അവരെവിടെയാണെന്ന് കണ്ടുപിടിക്കുക. നാണക്കേടുകൊണ്ട് അവര് വല്ല എന്താണ് ഈ കാണിച്ചത്? ആള് ക്ലോസായി. ഇനി എന്താണ് ചെയ്യാ? എന്ത് ചെയ്യാനാ? കൊണ്ടുപോയി കത്തിക്കാം. സിമി ഫ്രണ്ട്സ് ഇന്നോട് വന്ന ഇല്ല, ഇതിങ്ങോട്ട് കണ്ടില്ലല്ലോ. ആ, എന്തായടാ, കണ്ടോ അവരെ? ഇല്ലേ, ഇതുവരെ വീട്ടുകാരൊന്നും അറിഞ്ഞിട്ടില്ല. അറിഞ്ഞാ തീർന്നു. ഇനിയിപ്പോ എന്താ ചെയ്യാ? ആ ദേവിയുടെ കയ്യിൽ സെല്ലുണ്ട്, പക്ഷെ കുട്ടി അത് ഓഫ് ചെയ്ത് വെച്ചിരിക്കുക. ശരി, എവിടെയെങ്കിലും വെച്ച് കണ്ടാ നീ അപ്പോ വിളിക്കണം. ഓക്കെ? ഷോയൊക്കെ കഴിഞ്ഞ് എണീറ്റ് പോടും. വെള്ളം അടിച്ചോർത്തമാര് വരും. ആഹാ, ഇനിയുണ്ട്. ഫസ്റ്റ് അതെ, ഒന്ന് വേഗം ഇറങ്ങി തന്നെ, എന്നിട്ട് വേണം എനിക്ക് വായ അടച്ച വീട്ടിൽ പോയി. ചോദിക്കാൻ നമുക്ക് പോവാം. എങ്ങോട്ട്? വേറെ എവിടേക്കും പോകാനില്ലാത്തോണ്ടല്ലേ ഈ സിനിമ 4 പ്രാവശ്യം കണ്ടത്. ഇനിയിപ്പോ ഷോ ഇല്ല, അതുകൊണ്ട് ഇവിടെ തന്നെ കിടന്ന് നേരെ പഠിപ്പിക്കാം. മീനു, പോവാം. എവിടേക്കാ പോണേന്ന് അറിയാതെ ഞാൻ ഇവിടെ എഴുന്നേക്കില്ല. മീനു പ്ലീസ് മീനു, എവിടേക്കാണ് അറിഞ്ഞാലേ താൻ എഴുന്നേൽക്കും അല്ലേ? എന്നാ കേട്ടോ, നമുക്ക് കിടക്കാൻ MG റോഡുണ്ട്, അല്ലെങ്കിൽ ബാനർജി റോഡുണ്ട്. ഇതിലേത് വേണമെങ്കിലും തനിക്ക് സെലക്ട് ചെയ്യാം. മീനു വാ മീനു പ്ലീസ്. എന്താ സൂര്യപുത്രിമാരാ? അല്ല, പൂലം ദേവിമാരാ. എന്താ എന്താ അറിയണോ തനിക്ക്? വേണ്ട, ബ്ലഡി ഫൂൾ.
ഇവന് കപ്പ ചുട്ട മറുപടി കൊടുക്കണം. നീ എന്തിനാണ് ഇങ്ങനെ ചൂടാവുന്നത്? പിന്നെ അവന്റെ ഒരു കൊനിഷ്ഠ ചോദ്യങ്ങളെ നിന്റെ ഓരോരോ എടുത്തുചാട്ടം കൊണ്ട് അയ്യോ ദേ ചാക്കോച്ചൻ. അപ്പൻ വെറുതെ അല്ല ലോ കോളേജിൽ പഠിക്കുന്ന എന്നെ തന്നെ മോക്ക് കല്യാണം ആലോചിച്ചത്. ജാമ്യത്തിൽ ഇറക്കാൻ ഒരു വക്കീൽ വേണമല്ലോ. നാണമില്ലല്ലോ മൂന്നെണ്ണത്തിനും. ചെകിട്ടത്ത് രണ്ടെണ്ണം പൊട്ടിക്കേ വേണ്ടത്. സഹായിച്ചില്ലെങ്കിലും ഉപദ്രവിക്കാതിരുന്നൂടെ? എന്തോ ചാക്കോച്ച, ഞങ്ങളുടെ കാര്യം നോക്കാൻ ഞങ്ങൾക്കറിയാം. ഇയാളുടെ സഹായം ആവശ്യമില്ല. നടക്ക് നടക്കടി. എല്ലാവരും വന്നോളൂ. എടാ എടാ അവക്ക് ജീവനുണ്ട്. നീ ഒഴിക്കടാ. ചേട്ടാ 3 ബുൾസൈൻ കൂടി. ഇത് കുറെ ആയല്ലോ. ഇതെന്താ ഇനി കഴിക്കാൻ പാടില്ലേ? ഫ്രീ ആയിട്ടല്ലല്ലോ ചോദിക്കുന്നേ. എടാ നിനക്ക് എന്തിന്റെ സുഖം? നീ എന്താ എല്ലാവരോടും ഇങ്ങനെ? മോളെ, നമുക്ക് നേരം വെളുപ്പിക്കണ്ടേ? ചേട്ടന് കച്ചവടം നടക്കും, നമുക്ക് ഇവിടെ രാപ്പാർക്കും ചെയ്യാം. ഈ തല മഞ്ഞ ഒളിക്കല്ലേ? ഓ ചിത്തുല മണപ്പിച്ച് വരിക. മൈൻഡ് ചെയ്യണ്ട കേട്ടോ. അവനും എന്റെ കയ്യിൽ നിന്ന് മേടിക്കും. അവൻ ഇങ്ങോട്ട് തന്നെയാ വരുന്ന മുട്ടാൻ. ഹായ്, റോസ് ഒറ്റയ്ക്കാണെങ്കിൽ ജിത്തു കമ്പനി തരാം. മൈൻഡ് യുവർ വേർഡ്സ്. ഇതാണ് എനിക്ക് ഇഷ്ടപ്പെടാത്തത്. വഴിയിൽ കിടന്ന് കാണുന്നതിന് കൂടെ കമ്പനി കൊടുക്കും. നമ്മളെ മാത്രം മൈൻഡ് ചെയ്യാൻ. വിടടാ ഓ മോളെ, വിടടാ. എന്താ മോളെ? ഇന്നവളുടെ അവസാനത്തെ രാത്രിയാ. അവനിട്ട് ഒന്നുകൂടി കൊടുക്കേണ്ടതായിരുന്നു. അവനത് ആവശ്യമായിരുന്നു. നിനക്ക് ഇതിന്റെയൊക്കെ വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഇനിയിപ്പോ ഇതായിരിക്കും അടുത്ത പ്രശ്നം. പിന്നെ അവൻ കൈ കയറി പിടിച്ചപ്പോ ഞാൻ നോക്കി നിൽക്കണമായിരുന്നോ? നീ പറ. നീ ഒരുത്തി കാരണോ ആ ചാക്കോയുടെ കൂടെ പോ. നീ എന്താ ഈ നോക്കി നിൽക്കുന്നേ? വാ. മീനു, ഇങ്ങനെ ഇരുന്നാ മതിയോ? പോണ്ടേ? മീനാക്ഷി, നമ്മൾ ഇനി എങ്ങോട്ടാ? കൊന്നാലും ഞാൻ വീട്ടിലേക്കില്ല. അവിടെ എന്നെ ആർക്കും വേണ്ട. എങ്ങോട്ട് പോവാനാ? നമ്മളെ സഹായിക്കാൻ ആരുമില്ല. ഒറ്റ രാത്രി കൊണ്ട് നമ്മള് അനാഥരായ പോലെ. ചാക്കോച്ചൻ മറ്റാരും അനാഥരാക്കിയതല്ലോ. കയ്യിലിരിപ്പോണ്ട് സ്വയം ആയതല്ലേ. എന്നാ പിന്നെ ചാക്കോ പറ, ഞങ്ങൾ എന്താ ചെയ്യേണ്ടെന്ന്. ആ, തൽക്കാലം ഞാനൊരു സ്ഥലം കണ്ടുവച്ചിട്ടുണ്ട്. എവിടെ? അങ്ങോട്ട് പോവാം. വാ പറയാം. ഡോക്ടർ, ഹലോ. അയ്യോ, ഇത് ആരുടെ വീടാ? ഇത് എന്ത് വലിയ വീടാ! കണ്ടിട്ട് തന്നെ പേടിയാവണു അല്ലേ? ശരിക്കും ഒരു ഭാർഗവി നിലയം പോലെ. ഭാർഗവി നിലയമല്ല, അമ്മച്ചി വീട്. ആരുമില്ലേ? ഒന്നിന്റെ ഹുങ്കൊടിക്കാൻ പറ്റിയ ആളെ ഇവിടെ താമസിക്കുന്നത്. ഡോക്ടർ ത്രിപുര സുന്ദരി വർമ്മ, ആരാ അവര്? ദ ഗ്രേറ്റ് സൈക്യാട്രിസ്റ്റ് ആൻഡ് താന്ത്രിക് സ്കോളർ. ആരാ? എന്താ വേണ്ടത്? ഞങ്ങൾക്ക് ഇവിടുത്തെ തമ്പുരാട്ടി അമ്മയൊന്ന് കാണണം. ഡോക്ടർ ത്രിപുര സുന്ദരി വർമ്മ അവരകത്തില്ലേ? വയ്ക്കോ. ജീവൻ വേണമെങ്കിൽ എല്ലാവരും തിരിച്ചു വയ്ക്കോ. ഇയാൾ എന്തൊക്കെയാ പറയുന്നത്? സത്യം, അവരിവിടെ ഇല്ല. ഹലോ, അതെ ഡോക്ടറാണ്. തമ്പുരാട്ടി കാണാൻ വരുന്നവരൊക്കെ പേടിപ്പിച്ച് ഓടിക്കുകയാണല്ലേ? നല്ല ആളെയാ വേലക്ക് നിർത്തിയിരിക്കുന്നത്. അമ്മാനാള് കൊള്ളാം. ഞാൻ ശരിക്കും പേടിച്ചു കേട്ടോ. പിന്നെ ഞാനും. ഇതെങ്ങനെ
ഡോർ തനിയെ തുറന്നു. ചേട്ടാ. ആരെയും കാണുന്നില്ലല്ലോ. ഹലോ ഹലോ ഹലോ, ഇവിടെ ആരുമില്ലേ? ഇതേവി അതൊന്നും തൊടാതെ ഇങ്ങോട്ട് വാ. നേരത്തെ ഫോണിൽ സംസാരിക്കുന്ന കേട്ടല്ലോ. ഡോക്ടർ. ഡോക്ടർ, നിങ്ങൾ വരുമെന്ന് എനിക്ക് അറിയാമായിരുന്നതുകൊണ്ട് ഞാൻ കാത്തിരിക്കുകയായിരുന്നു. നമസ്കാരം തമ്പുരാട്ടി. ഞാൻ പറഞ്ഞിട്ടില്ലേ, എന്റെ ഫ്രണ്ട് സ്വാമിനാഥൻ ഡോക്ടറുടെ കസിനാ. അവൻ വിളിച്ച് പറഞ്ഞാണ്. അല്ല, ഡോക്ടർ ഇവിടെ ഇല്ലെന്ന് ആ വേലക്കാരൻ പറഞ്ഞല്ലോ. വേലക്കാരനോ? ഞാനല്ലാതെ വേറെ ആരും ഇവിടെ ഇല്ലല്ലോ. പിന്നെ വരൂ. വാ. തിരസ്കരിക്കപ്പെട്ട, അഭിമാനം നഷ്ടപ്പെട്ട 3 പേർ ഒരിടത്തും അഭയം കിട്ടാതെ അലയുകയാണല്ലേ. ഇന്നു മുതൽ നിങ്ങൾക്കിവിടെ എൻ്റെ കൂടെ താമസിക്കാം. ഞാൻ നിങ്ങളെ വെറുക്കാതിരിക്കുന്നിടത്തോളം കാലം. താങ്ക് യു ഡോക്ടർ. തമ്പുരാട്ടിക്ക് ഒരിക്കലും ഞങ്ങൾ ശല്യാവില്ല. പ്രവചനം വേണ്ട. ചിലപ്പോൾ ഒറ്റ രാത്രി കൊണ്ട് നമ്മൾ പിരിയും. ആ ബാഗിനകത്തിരിക്കുന്ന വസ്തു കുട്ടിക്ക് ആവശ്യമില്ലാത്തതാണ്. അതെന്തിനാ സൂക്ഷിച്ചിരിക്കുന്നത്? ഇതിനകത്ത് എനിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. ദാ. എന്താണിത്? അത് ഞാനത് പുഴയുടെ തീരത്ത് വെച്ച് കണ്ടപ്പോ എടുത്തതാ. ഒരു ശരീരം ഒരാത്മാവിന് മാത്രമേ ചുമക്കാവൂ, അല്ലെങ്കിൽ അപകടമാണ്. തൽക്കാലം ഇത് എൻ്റെ കയ്യിലിരിക്കട്ടെ. ആ, ഇതാണ് നിങ്ങളുടെ മുറി. ചാക്കോയ്ക്ക് ധൈര്യമായിട്ട് പോവാം. കുട്ടികൾ ഇവിടെ സുരക്ഷിതരായിരിക്കും. താങ്ക് യു. വരൂ. അതെ, നോക്കിയേ, ഇനി ഇവിടെയും കുഴപ്പമൊന്നും ഉണ്ടാക്കരുത്. കൂട്ടിയിട്ട് പോകാൻ വേറെ സ്ഥലമൊന്നുമില്ല, നിന്നോട് പ്രത്യേകിച്ച്. ഇതിന് ഞാൻ അവിടെ ശരിക്കും ഒരാളുണ്ടായിരുന്നു, സത്യമായിട്ടും. നിന്റെ ചാക്കോ ഒരു സ്റ്റുപ്പിഡാണ്. നല്ലൊരു സ്ഥലത്തേക്ക് തന്നെ നമ്മളെ കൊണ്ടുവന്നത്. ശരിയാ, ഇതിലും ഭേദം വല്ല മെന്റൽ ഹോസ്പിറ്റലുമായിരുന്നു. പിന്നല്ല. മീനാക്ഷി, നിന്റെ ബാഗിലെ ചെപ്പ് കൂടെ ഉണ്ടെന്ന് അവരെങ്ങനെ അറിഞ്ഞു? അറിയും. അവരൊരു സാധാരണ സ്ത്രീയല്ല. നമ്മുടെ സ്കെയിൽ വെച്ച് അവരെ അളക്കണ്ട. തുടങ്ങിയല്ലോ മീനാക്ഷിയമ്മയുടെ ഫിലോസഫി ക്ലാസ്സസ്. അതെല്ലാം വെറും കോയിൻസിഡൻസ് അല്ലേ മീനാക്ഷി? നോ, പുറത്തു നിന്നിരുന്ന ആ മനുഷ്യൻ കോയിൻസിഡൻസ് ആയിരുന്നോ? അല്ല, ഞാൻ സീരിയസ് ആയിട്ട് പറയാ. എനിക്കിവിടെ എന്തോ ഒരു എനർജി ഫീൽ ചെയ്യുന്നു. ആ തമ്പുരാട്ടിക്ക് എന്തൊക്കെയോ പവർ ഉണ്ട്. ഈശ്വര, എനിക്ക് പേടിയാവുന്നു. എനിക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാൻ സമയം. പാചകം ഇഷ്ടമാണെങ്കിൽ അടുക്കളയിൽ കയറി വേണ്ടതൊക്കെ കുക്ക് ചെയ്യാം. ഈ വീട്ടിൽ ഇതിനപ്പുറം ഒരിടത്തും സഞ്ചരിക്കരുത്. ബി കെയർഫുൾ. ഈശ്വര, എനിക്ക് ഇനിയും പേടിയാവുന്നു. നീ പേടിക്കാതിരിക്കേ.